വായിക്കാം. എസെക്കേൽ പ്രവചനം 39:8-9 വാക്യങ്ങൾ. എസെക്കേൽ 39:8-9 വാക്യങ്ങൾ വായിക്കാം. ഇതാ അത് വരുന്നു, അത് സംഭവിക്കും, ദുർഘട ദിവസമായി അത് വരുന്നു. അടുത്തത്, ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം, ചൂള പോലെ കത്തുന്ന കുഞ്ഞാടിന്റെ കോപ ദിവസം, സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ ജനം ഓടുന്ന ഒരു ദിവസം. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? അടുത്ത വാക്ക്, യെരൂശലേമിനെതിരെ. അടുത്ത പത്തില്ലവന്മാർ സ്വോത്രം. ഇസ്രായേലിന്റെ പട്ടണങ്ങൾ വസിക്കുന്നവർ പുറപ്പെട്ട് യുദ്ധത്തിന് ശേഷം എല്ലാക്ക താഴെ പോവും. പട്ടാളത്തിന്റെ കൈ പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. ഇതിരിക്കുന്ന ആരെയില്ല, ആ കുറുവടി ഇരിക്കുന്ന ആരെയില്ല. സന്തോഷമില്ലല്ലോ. അമേരിക്കക്കാരൻ്റെ കുറുവടി ഉണ്ടോ? റഷ്യക്കാരൻ്റെ കുറുവടി ഉണ്ടോ? നമ്മുടെ RSSകാരുടെയിലും BJPക്കാരുടെയിലും ഇന്നത്തെ കുറുവടി ഉള്ളത്. സ്വോത്രം. അവർ വരെ പങ്കെടുക്കുമെന്ന്. സ്വോത്രം. കുറുവടിയായിട്ട് ഇവിടുന്ന് പോകും. സ്വോത്രം. നാട്ടുകാർ കേൾക്കട്ടെ. 7 മാസം തീ പറ്റിക്കുമെന്ന്. അടുത്ത വായിച്ചാട്ടെ. കുന്തം മുതലായ ആയുധങ്ങൾ എടുത്ത് തീ കത്തിക്കും. 7 മാസം കത്തിക്കുമെന്ന്. ഗ്യാസ് മേടിക്കേണ്ടെന്ന്. വായിച്ചാട്ടെ. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. കിടക്കുന്ന കര ഉയരുന്നില്ലല്ലോ. നമ്മുടെ ഭാരതത്തിൽ നിന്ന് കുറുവടി കൊണ്ടിട്ട് ഗ്യാസിന് പകരം അവർ തീ പറ്റിക്കുമെന്ന്, കട്ടൻ ചായ ഉണ്ടാക്കുമെന്ന്. അന്ത്യകാലം അതിനാസ്പദമായി ഈ യുദ്ധം നടക്കും. നാട്ടുകാർ കേൾക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമില്ല, RSSകാർക്ക് ഇത് കേൾക്കുന്ന സന്തോഷം. സ്വോത്രം. അവർക്ക് ഭയങ്കര കാര്യമാണ്. അന്തിയൂർക്കോണത്തെ ഞാൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചു. അന്തിയൂർക്കോണം മൊത്തം BJPക്കാർ. സ്വോത്രം. അവർ പറഞ്ഞു, 1-ാം ദിവസം പ്രസംഗിച്ചു, രാത്രി ഞാൻ പോയി. 2-ാം ദിവസം അവരുടെ കാര്യവാഹകനെ കൂട്ടിക്കൊണ്ടുവന്ന്. റിട്ടയർഡ് സാറായിരുന്നു. സ്വോത്രം. പുള്ളിക്കാരൻ കാറിയിരുന്ന് എല്ലാം കേട്ട് 2-ാം ദിവസം എന്നോട് ചോദിച്ചു, സാറ് തന്നാണോ നാളെ, സാറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ അത് മാത്രം ചോദിക്കരുത്, എങ്ങനെയെങ്കിലും അരി മേടിച്ച് ജീവിക്കട്ടെ എന്ന്. സ്വോത്രം. 3-ാം ദിവസം കർത്താവിൻ്റെ വരവ് ഞാൻ ഇടിപെട്ടായിട്ടങ്ങ് പറഞ്ഞപ്പോൾ ലാസ്റ്റ് പുള്ളി പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ നേതാക്കൾക്കൊന്നും ഈ സയൻസും അറിയത്തില്ല, ഒരു പുണ്ണാക്കും അറിയത്തില്ല, നമ്മുടെ കൂടെ നിന്നാൽ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവന്നു. സ്വോത്രം. അപ്പോൾ അവരെന്നോട് പറയുക, ഒരു ഷാള് വണ്ടിയുടെ പുറയിൽ നിന്ന് എടുത്തിട്ടോട്ടോ എന്ന്. സ്വോത്രം. എൻ്റെ കുട്ടപ്പൻ ഭാഷയെ പിടിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. യവൻ്റെ ഷാളങ്ങാനും കഴുത്തയിട്ട് പോസ്റ്റിട്ട് കഴിഞ്ഞാൽ എന്നെ പെരുവഴിയാക്കും. ഞാൻ ആ സാറിനോട് പറഞ്ഞു, നോട്ടുമാല വല്ലതുകൊണ്ട് ഒന്നിട്ടേര്, ഭയങ്കര സന്തോഷം. അന്തിയൂർക്കോണം RSSൻ്റെ കാര്യവാഹകൻ നമ്പർ 1. ഇവിടെ തേക്കുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വല്ലവർക്കും അറിയാമോ തേക്കുപാറ? കരമുയരുന്നില്ലോ. തേക്കുപാറ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷന് കർത്താവിൻ്റെ വരവോ കൂട്ടപ്പോ ഞാൻ പ്രസംഗിക്കുക. അന്ന് എൻ്റെ കൂടെ ഇമ്മാനുവൽ കെൻട്രി ഉണ്ട്. 2 ദിവസം കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ കൂട്ടപ്പൂവിൽ നമ്മുടെ അമ്പൂരി ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അവരൊരു സ്ത്രീയാണ്, നായർ സ്ത്രീ. സ്വോത്രം. അത്രയും ഞാൻ പറഞ്ഞുതരാം. 1-ാം ദിവസം അവർ ഈ പ്രസംഗം കേട്ടു, വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ. 2-ാം ദിവസം അവർ മുറ്റത്തിരുന്ന് കേട്ടു. സ്വോത്രം. അവർ വിചാരിച്ചാൽ കട്ടൻ ചായ കുടിക്കുമെന്ന്. എനിക്കന്ന് പോകണമായിരുന്നു. ഞാൻ പോയപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ പാസ്റ്റർ എവിടുന്ന് കൊണ്ടുവന്നെന്നറിയാമോ? ഈ സ്വോത്രം. ഇത്രയും ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഈ സയൻസ് പ്രസംഗിക്കാൻ പറ്റിയില്ല. ഈ ബൈബിളിനകത്ത് എത്ര കാര്യമുണ്ടെന്ന്. സ്വോത്രം. ആരാ? അമ്പൂരി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കുട്ടപ്പൂ ജംഗ്ഷനകത്ത് കൺവെൻഷൻ നടക്കുന്നതിൻ്റെ ബാക്കി അവരുടെ വീടുമുണ്ട്, വീട്ടിൽ ഇന്നോവ വണ്ടിയുണ്ട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മനസ്സിലാക്ക്. അവർക്കെല്ലാം അറിയാം ഇത് ബൈബിളാ വചനമെന്നുള്ള. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ നെയ്യാറ്റിൻകര റോളൻസ് ഹോസ്പിറ്റൽ, അവിടെ ചർച്ചക്കോടിൻ്റെ കൺവെൻഷൻ 3 ദിവസം ഒരു പുള്ളിക്കാരൻ വന്ന് കേൾക്കുക. നെയ്യാറ്റിൻകര BJPയുടെ കാര്യവാഹകൻ. സന്തോഷമില്ല. സ്വോത്രം. ലാസ്റ്റ് വരത്തില്ല, സ്റ്റേജ് വരത്തില്ല, വണ്ടി ഇരുന്ന് കേൾക്കും. ലാസ്റ്റ് അവസാന ദിവസം ഇറങ്ങിയപ്പോൾ പറയും, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ പാസ്റ്റർ എന്ന്. സ്വോത്രം. BJPയുടെ കാര്യവാഹകൻ. പുള്ളി പറയുക, ലോകം തീരാറായി, കാര്യം റെഡിയാകും. ഇതൊക്കെ അടിച്ചു കൊടുത്തു. സ്വോത്രം. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സേനയാ ഇന്ന് ഇന്ത്യയിൽ വന്നത്, പട്ടാളമല്ല. 5 വർഷത്തെ പരിശീലനത്തിന് വേണ്ടി അഗ്നിവീർ കരമുയർത്തിയാട്ടെ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഇന്ന് പട്ടാളത്തിൽ പോയി മിലിറ്ററി ചെയ്യണ്ട. 5 വർഷം ഇന്ത്യ ഗവൺമെന്റ് ആണിനും പെണ്ണിനും ചേരാവുന്ന ഒരു സേന കൊണ്ടുവന്നു. അതിൻ്റെ പേര് അഗ്നിവീർ. ഇതെന്തിനു വേണ്ടി? അന്തിമ യുദ്ധത്തിന് വേണ്ടി. ചൈനയുടെ സിൽക്ക് പാത കടന്ന് കുറുവടിയുമായിട്ട് ഇന്ത്യൻ സേന വരെ യുദ്ധത്തിലെത്തുവാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാഥൻ്റെ വരവ് സമീപമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി ഇവിടെ എവിടെങ്കിലും. ഇനി സമയമില്ല. എന്താ? ആ യുദ്ധത്തിനകത്ത് മരിക്കുന്നവരുടെ ശവശരീരം എന്ത് ചെയ്യും? ഇതെങ്കിലും കേട്ടിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. വായിക്കാം. എസെക്കേൽ പ്രവചനം 39:14, 15, 16. അവസാന വാക്യം കുഞ്ഞു വായിച്ചാട്ടെ. എസെക്കേൽ
ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, യുദ്ധം കഴിഞ്ഞ് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ദാ കിടക്കുന്ന ഡെയിലി വേജസിനകത്ത് ശവം അടക്കം ആള് വരുമെന്ന്. അന്ത്യകാലം, കോവിഡ് കാലം കണ്ടില്ലേ? മരിച്ചവൻ്റെ ഡെഡ് ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 6 അവന്മാർ വന്ന് അടക്കിയത്. അപ്പനെ അമ്മയും തൊട്ടിയിച്ചില്ല. സ്വോത്രം. ദാണ്ടില് ദേശത്തെ മറയ്ക്കേണ്ടതിന്. അടുത്ത വാക്ക് വായിച്ചട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം, 7 മാസം ഞാൻ പറഞ്ഞില്ലയോ, വില്ല്, പരിച, പലക ഇതെല്ലാം തീയിട്ടിട്ടേ ഈ ഡെഡ് ബോഡി പറക്കാൻ പറ്റൂ. വാസുവേ പിന്നെ ബൈബിള് ക്ലിയർ ആയില്ലയോ? ഇതിൻ്റെ ഇടയ്ക്കൂടെ വില്ലിൻ്റെയും പരിചയുടെയും ഇലക്കൂടെ ഡെഡ് ബോഡി എടുക്കാൻ പറ്റുമോ? 7 മാസം ഇത് ആദ്യം കത്തിക്കും. അപ്പം പിന്നെ മനുഷ്യൻ്റെ ശരീരമല്ല, അസ്ഥിക്കഷണം കിടക്കും. വഴി കർത്താവിൻ്റെ വരവെ കൈവിടപ്പെട്ടു പോയാൽ. ഇതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവർ പരിശോധന കഴിക്കും. വില്ലും അമ്പും കുറുവടിയും കത്തിച്ചതിന് ശേഷം പരിശോധന പരിശോധന കഴിക്കുന്നവർ. അടുത്ത വാക്ക് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുമ്പോൾ. ഇന്നിവിടെ പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ ഹരിതസേനയും തൊഴിലുറപ്പും വരുന്ന പോലെ അവന്മാരും വരും മക്കളെ. സ്വോത്രം. ചുറ്റി സഞ്ചരിക്കുമ്പോൾ. അടുത്ത വാക്ക് അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ. 7 മാസം കൊണ്ട് തീരത്തില്ല. പിന്നെ അസ്ഥി കൂടെ അല്ല കാണത്തുള്ളൂ. അന്ന് നായ്ക്കളൊക്കെ ഇല്ലാത്തതുകൊണ്ടല്ലേ അത് അവന്മാർ കൊണ്ടുപോയാണ്. സ്വോത്രം. ഈ രാസവസ്തു കൊണ്ട് അവൻ ചത്തു. അതുകൊണ്ട് അസ്ഥികൂടം കിടക്കും. അസ്ഥികൂടം ആരെങ്കിലും എടുക്കും. അടുത്ത വാക്ക് അതിനരികെ ഒരു അടയാളം. വെടിപ്പാക്കുന്ന ഒരു തോടത്തില്ല, അടയാളം വെക്കും. അതിനുശേഷം ക്രെയിൻ വരും. ക്രെയിൻ ദാണ്ട് കാറ് വലിക്കുന്നവർ. വായിച്ചാട്ട് മോളെ. അടക്കം ചെയ്യുന്നവർ ശവപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല. അമേരിക്കയിൽ കോവിഡ് രോഗികൾ മരിച്ചപ്പോൾ ട്രെയിലറിനകത്ത് വാരി കൂട്ടി. നിങ്ങളുടെ മൊബൈൽ കണ്ടതാ? ട്രെയിലറിനകത്ത് കാശുള്ള അച്ചായന്മാര് തെമ്മാടി കുഴി വാരി ഇടുന്നത് പോലെ കൊണ്ട് തട്ടി. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്ന് രാത്രി ഞാൻ വരുന്ന കൊല്ലം ജില്ല ചാത്തന്നൂരിന എൻ്റെ വീട്ടിൻ്റെ 8 കിലോമീറ്റർ അവർക്കറിയാം. പരവൂര് പൊട്ടിയത് പുറ്റിങ്ങൽ ദുരന്തം. 137 പേരാ ഉത്സവ സ്ഥലത്ത് തീർന്നത്. പരവൂർ പുറ്റിങ്ങൽ ദുരന്തം ഞാൻ കണ്ട കാഴ്ച. എൻ്റെ ചേട്ടൻ്റെ മോൻ അന്ന് കൊല്ലം CI ആയിരുന്നു. ഇന്ന് അവൻ എറണാകുളം വിജിലൻസ് DYSP. സന്തോഷമുണ്ട്. സ്വോത്രം. ഇന്നാൾ ഒരുത്ത എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. സ്വോത്രം. അവൻ വിചാരിച്ച് കുട്ടപ്പൻ പാസ ഞാൻ ഒരു പാവപ്പെട്ടവന് ഒരു ബാഗുമായിട്ട് വരുന്നത് കാര്യം എന്താണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അവൻ പോസ്റ്റ് വിട്ട് എന്നെ ഫോണിൽ കൂടെ 2 അന്യായ ഭാഷയും പറഞ്ഞ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഇതുപോലൊരു വിഷയമുണ്ട്, ഒരുത്തൻ സ്തോത്രം എനിക്കൊരു പോസ്റ്റ് വിട്ട് വേണ്ടുന്ന ആക്ഷേപവും പറഞ്ഞെന്ന് പറഞ്ഞു. ആ നമ്പർ ഇനി ആരാൻ പറഞ്ഞു. സ്തോത്രം. അവൻ്റെ കൂടെ ഇരിക്കുന്ന DYSP പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന അവന്മാർ 2 സുഹൃത്തുക്കളാണ്. സ്തോത്രം. അവൻ നേരെ സൈബറിൽ കൊടുത്ത നെയ്യാറ്റിങ്കരക്കാരനായിരുന്നു. സ്തോത്രം. നെയ്യാറ്റിങ്കര DYSPയുടെ അമ്മമാർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അവന് രഹസ്യമായിട്ട് വിളിച്ച് ഒരു ചായ കൊടുത്തേക്കണേന്ന് പറഞ്ഞു. സ്വോത്രം. നെയ്യാറ്റിങ്കര DYSP അവനെ വിളിച്ചു. അവൻ വിചാരിച്ചു വല്ല സ്നേഹത്തിനാന്ന്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന ആളൊന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എൻ്റെ നമ്പരും കൊടുത്ത്, നിനക്കും പാസ്റ്ററുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നീ ചായ മേടിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നീ പാസ്റ്റർ തട്ടുമെന്നല്ലേ പറഞ്ഞ്. വക്കീലിനെ ഏൽപ്പാകടയ്ക്ക് 14 ദിവസം നീ റിമാൻഡിലാ കേസ് ചാർജ് ചെയ്തെന്ന്. സ്വോത്രം. വിലയുണ്ടോ എന്നറിഞ്ഞോ? സ്വോത്രം. അവിടെ കടന്ന് ഇച്ഛായറ സാറേ പറ്റിപ്പോയതാ. അപ്പോൾ പറഞ്ഞ് പ്രസംഗിക്കുന്ന പുള്ളിയുടെ ചേട്ടൻ്റെ മുമ്പ് വിജിലൻസ് DYSP. അത് കഴിഞ്ഞിട്ട് അയാളുടെ കൂട്ടുകാരനെ തിരുവനന്തപുരത്തിരിക്കുന്ന റേഞ്ച് IG സ്പർജൻ കുമാർ സാറ് അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നീ 1 വർഷം അകത്ത് കിടക്കുമെന്ന് മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് എഴുതി വെച്ച് അന്ന് തീർത്ത്. സ്വോത്രം. അതുകൊണ്ട് ഈ പ്രസംഗിക്കാൻ വരുന്നവനോട് കളിക്കാൻ നിന്ന കളി മാറിപ്പോവും. സ്വോത്രം. അത് മനസ്സിലാക്കണം. എൻ്റെ വിദ്യാഭ്യാസത്തിൽ എൻ്റെ കൂടെ എൻ്റെ സീനിയറായി ഇന്നത്തെ KN ബാലഗോപാൽ മന്ത്രി. സ്വോത്രം. അത് ഏത് രാഷ്ട്രീയക്കാരനായിട്ട് ചോദിച്ചാൽ മതി. സജു ചാത്തന്നൂർ. തീർന്നില്ല. കടകംപള്ളി കൊടി പിടിക്കുമ്പോൾ 87 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കൊടി പിടിച്ചതാ സജു ചാത്തന്നൂർ SFIക്കകത്ത്. ഇന്ന് ചോദിച്ചാൽ മതി, പേര് പറഞ്ഞാൽ പറയാം പഴയ നമ്മുടെ ആളാന്ന് പറയും. സ്വോത്രം. ഇത്രയും ഓർത്താൽ മതി. അതുകൊണ്ട് പലരും വിചാരിക്കും ഈ പ്രസംഗിക്കാൻ വരുന്ന ഉപദേശിക്കുക ആരുമില്ല, പരിചയക്കാരും ആരുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പോലീസ് വണ്ടി വീട്ടിൽ വരുമ്പോൾ പിന്നെ കരയരുത്. സ്വോത്രം. ഞങ്ങൾ ആരോടും മിണ്ടത്തില്ല. മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവാൻ. സ്വോത്രം. വോയിസ് ക്ലിപ്പ് ഇടുന്നവരുടെയും പ്രത്യേകം ശ്രദ്ധയ്ക്ക്. ഇത് സൈബറിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം ഇടിഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറയാം, പച്ചയ്ക്ക് പറയാം, എനിക്കൊരു ഭയവുമില്ല. സ്വോത്രം. എന്താ കാര്യം എന്ന് പറയാം, ഞാൻ ഒരുത്തരോട് പൈസ മേടിച്ചിട്ടില്ല, എന്നെ പൈസ പറഞ്ഞിട്ടില്ല. പിന്നെ ആരോ പറഞ്ഞാൽ പള്ളിപ്പര ഉണ്ടാക്കാമെന്ന്. പാസ്റ്റർ എത്ര കൊല്ലം കൊണ്ട് പ്രസംഗിച്ചത്? ഏത് പള്ളിപ്പര ഉണ്ടാക്കി? സ്വോത്രം. എനിക്ക് പള്ളിയില്ല, പെരയില്ല. എങ്ങനെങ്കിലും യേശു രക്ഷകനെന്ന് പറയണ എവിടെങ്കിലും തീരണം. സ്വോത്രം. ഞാൻ തിരുവനന്തപുരം സിറ്റി 1987 SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഇറങ്ങി കൊടി പിടിച്ചവനാ സജു ചാത്തന്നൂർ. സ്വോത്രം.
അതുകൊണ്ട് ഈ ആനാവൂരും കടകംപള്ളിയും വിജയകുമാർ സാറും ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ വന്നവനാണ് സ്വോത്രം. കൊല്ലത്തുനിന്ന് എൻ്റെ സീനിയറായിരുന്നു KN ബാലഗോപാൽ സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഉമ്മൻചാണ്ടി സാറിന് പ്രാർത്ഥിച്ച് ബെർലിന് വിട്ടത് സജു ചാത്തന്നൂരാണ് സ്വോത്രം. തീർന്നില്ല, ഇവരെല്ലാം കണ്ടതാ. ചാണ്ടിയമ്മ ഇലക്ഷൻ എന്നപ്പോൾ ഒറ്റ പാസ്റ്റർമാരെ കയറ്റില്ല. രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ പാസ്റ്റ് വന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് സ്വോത്രം ചെയ്ത് എന്നെ വിടണമെന്ന്. സ്വോത്രം പടം അയച്ചു തരാം സ്വോത്രം. ഇന്ന് രാവിലെ അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അമേരിക്കയിലുണ്ട്, പ്രാർത്ഥിച്ചോണെന്ന്. ആരാ? കേരള മുഖ്യമന്ത്രിയുടെ മകൻ സ്വോത്രം. അവരുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പെങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ആ സുവിശേഷയോഗം പ്രസംഗിച്ചപ്പോഴാണ് മറുനാടൻ മലയാളി പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാരെല്ലാം പെന്തിക്കോശി പോകുമെന്ന് സ്വോത്രം. സാജൻ മറുനാട് സ്വോത്രം. അമ്മക്കൊരടി തരാൻ തുടങ്ങിയതാണ്. അതിന് ഞാൻ പുള്ളിക്കെതിരല്ല, പുള്ളിക്കൊരു പണിയും കിട്ടി, പിന്നെ രക്ഷപ്പെട്ടിപ്പോൾ നിൽക്കുക സ്വോത്രം. എൻ്റെ ജോലി പെന്തിക്കോസി കൊണ്ടുവന്നതല്ല, അവരോടെല്ലാം സത്യസുവിശേഷം പറഞ്ഞു സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ ആരെയും വിമർശിക്കത്തില്ല. ഇന്ന് രാത്രി കേട്ടോ, ആ പയ്യൻ അന്ന് കൊല്ലം CA ആയിരുന്നു. അന്ന് ഞാൻ ചെന്നപ്പോൾ അവൻ എന്നെ കാണിച്ചു. നിങ്ങൾ കരയും, ഞങ്ങളുടെ നാട്ടിൽ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ. പരവൂർ പുറ്റിങ് ഒരു രാത്രി ഉത്സവം കാണാമെന്നവരെ. പരവൂർ പുറ്റിങ് ദുരന്തം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ ശരീരം വഴിയരികത്ത് കിടക്കും സ്വോത്രം. ശ്രീലങ്കയിൽ പുലികളുടെ നേതാവ് പറ്റിയത് എന്താണെന്നറിയാമോ? പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്നറിയാമോ? വേലൂർപിള്ള പ്രഭാകരൻ്റെ ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞു. അവൻ്റെ ഡെഡ് ബോഡി പട്ടിക്കോല പോയി കിടന്നെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ ഈറ്റിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, ശവശരീരം വഴിയരികത്ത് കിടക്ക്. ഇന്ന് രാത്രി വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? ചിലമ്പറേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. എൻ്റെ സന്ദേശം അവസാനിക്കാറായി. ഈ രാത്രി എവിടാ? വീട്ടിനകത്ത് പോലും അടക്കത്തില്ല. നെയ്യാറി ആടുവള്ളിയിലോ പന്തയിലോ തേക്കുപാറയിലോ കൊണ്ടുപോയി ഈ വെള്ളം വരുന്നിടത്ത് കുത്തിത്താക്കും. പൂവാറിക്കൊണ്ട് മനുഷ്യൻ്റെ ബോഡി താത്തുകളെ. കോവിഡിനകത്തൊരു വൈറസ് കയറിയിട്ട് അച്ചായ അമ്മമ്മേ 12 അടിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. ചിലതിനെ കത്തിച്ചും കളഞ്ഞ് കരമുയരുന്നില്ല. വരാനിരിക്കുന്ന യുദ്ധത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? എൻ്റെ അവസാന ഭാഗം ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് അറബ് ലീഗിൻ്റെ, റഷ്യയുടെ, ചൈനയുടെയും വിമാനം കയറും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ നിലവിളിക്കും. എൻ്റെ മെസ്സേജിൻ്റെ അവസാന ഭാഗം: 1, ആയിരക്കണക്കിന് വിമാനങ്ങൾ. 2, അവിടുത്തെ ജനം നിലവിളിക്കും. 2 കാര്യം. അവിടെ നാഥൻ്റെ കാൽ ഒലിവുമലയിൽ അവിടെ ചവിട്ടും. ആ ശബ്ദം ഒലിവുമല പിളരുന്നതിന് മുമ്പ് ചെമ്പൂരും വെള്ളറടയും. ഇന്ന് രാത്രി എവിടെ? നമ്മുടെ തവരുകോണോ ചിലമ്പറയും മറ്റൊരു ശബ്ദം കേൾക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാകള്. ഹല്ലേലൂയ! ഇന്ന് രാത്രി കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാകള്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുക. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്തിമയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടത്തെ ചേർക്കുവാൻ യേശു വരും. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൊട്ടുവിൻ നിർത്താം. ആ നിത്യ വീട്ടിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. വെളിനാട്ടിൽ പോയത് 2 മിനിറ്റ് കൂടി മക്കള്. വെളിനാട്ടിൽ പോയ ആരാ? വിദേശ രാജ്യത്ത് പോയ ചെറുപ്പക്കാരോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കരമുയർത്തിയാട്ടെ. വെളിനാട്ടിൽ പോയ അമ്മമ്മ കരമുയർത്തിയനായി നന്ദി. ചെറുപ്പക്കാരും ഗൾഫിൽ പോയിട്ടില്ല, കരമുയർത്തി മോനെ. സ്വോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. തിരുവനന്തപുരത്ത് ചെന്ന ഉടനെ കയറ്റിക്കൊണ്ടുപോയോ? 7 കാര്യം. 1, പാസ്പോർട്ട്. 2, ടിക്കറ്റ്. 3, വിസ. 4, ബാഗേജ്. 5, എമിഗ്രേഷൻ. 6, പാസ്പോർട്ട് ക്ലിയറൻസ്. 7, കിക്കി കുക്കു. ഒറ്റയടി. പോയൊരു കൈ ഉയർത്തുന്നില്ലല്ലോ അമ്മാമ്മ അച്ചായനും. അതുപോലെ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഇതാണ് സുവിശേഷം. 1, രക്ഷിക്കപ്പെടണം. രക്ഷ എന്താ? കൈ ഉയർത്തുന്നതല്ല. ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കള്ള്, പക, പിണക്കം, കോപം, ദ്വന്ദ്പക്ഷം, ജാരശങ്ക, ജഡന്മോഹം, മദ്യപാനം, ഇതിൽ നിന്നെല്ലാം ഗുഡ് ബൈ. അതിനാ വണ്ടി മാറിക്കയറണം. 3, മാനസാന്തരപ്പെട്ട നീ
പിന്നെ ആരെ അടുത്ത് എന്ന് ക്ഷമ ചോദിക്കേണ്ടത്? ദൈവസന്നിധിയിൽ അനുതപിക്കണം. അതിൻ്റെ മലയാളമാ, അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ തെറ്റിപ്പോയെന്ന് ദൈവസന്നിധിയിൽ കരയണം. 4, ഈ കാര്യം ചെയ്ത നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. എന്താ മുങ്ങി സ്നാനം? പെന്തിക്കോസിലല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി നീ മുങ്ങി സ്നാനമേൽക്കണം. ഇതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. 7 അടിസ്ഥാന ഉപദേശമുള്ള ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിൽ വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് വേഗത്തിൽ മടങ്ങി വരാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. സ്തോത്രം. യോസഫേ തുടങ്ങിയതെവിടെ? പൊട്ടക്കിണർ. 2 എവിടെ? അടിമച്ചന്ത്. 3 എവിടെ? അവൻ പൊത്തിപ്പേരൻ്റെ ഭവൻ. 4 എവിടെ? കാരാഗൃഹം. 5 അവൻ എവിടെ കയറിയെന്നറിയാമോ? നമ്മുടെ പറവോൻ്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രിയായി, വൈസ് പ്രൈം മിനിസ്റ്റർ. ചേട്ടന്മാരെന്തിനാ വന്ന്? അരിയും ചാക്കും മേടിക്കാനാ. ചേട്ടന്മാരെ കണ്ടിട്ട് ചാക്കും അരിയും പ്ലെയിൻ ടിക്കറ്റും കൊടുത്തിട്ട് 4 രഥങ്ങളും കുറച്ച് വിസയും കൊടുത്ത് അപ്പച്ചൻ കണ്ണു വാങ്ങി അവിടെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ 72 എണ്ണത്തിനും കൂടെ കയറ്റി ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. സ്വോത്രം. അത് തള്ളിക്കളഞ്ഞവൻ വൈസ് പ്രൈം മിനിസ്റ്ററായി. അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പൊരുളായതൊന്ന് വെളിപ്പെടും. യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കും. ക്ലിയർ വചനമാ. എത്ര മണിക്കൂറായി? 2 മണിക്കൂർ കൂടുതലായി. വെള്ളം കുടിക്കാൻ പ്രശ്നമിക്കോ? മാനസാന്തരപ്പെട്ടു? എനിക്കും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞ് ഒരു അന്തിമ ഓട്ടാ ഓടുന്നതെന്ന്. സ്വോത്രം. എനിക്കും അറിയത്തില്ല. 10 പേരെങ്കിലും രക്ഷപ്പെട്ടോണം. ഇന്ന് രാത്രി പെട്ടകത്തിൻ്റെ വാതിലടയാറായി. ഇന്നലെ നോഗയുടെ പെട്ടകമാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. ഇന്നലെ രാത്രി ടൈറ്റാനിക് പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം നടന്നറിയാമോ? ടൈറ്റാനിക്കിനെ കാണാൻ 5 പണക്കാർ പോയി. ആരാ? കാനഡക്കാർ, ദുബൈക്കാരൻ, പാകിസ്ഥാൻകാർ. വല്ലവരും വായിച്ചായിരുന്നു? ഒരു ചേംബറിനകത്ത് ഓക്സിജനുമായിട്ട് 5 പേര് പോയി. അറ്റ്ലാന്റിക് ഇറങ്ങി. പക്ഷേ ലോകം പ്രാർത്ഥിച്ചു, നടന്നില്ല. അവിടെ ചെന്ന് 480 മീറ്റർ അവൻ്റെ പേടകം പൊട്ടിപ്പോയി. 5 ധനവാന്മാർ. ഒരുവൻ ധനവാനായാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. പണമുള്ളവൻ ടൈറ്റാനിക്കിനകത്ത് വീണു. വേറൊരു കഥ വായിച്ചവരുണ്ടോ? ഞാനിവിടെ മഞ്ചങ്കോടും പറഞ്ഞു. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ ഒരു വിമാനത്തിൽ കയറി അപ്പനെ തിരക്കി. 14 വയസ്സ് മോള്, 11 വയസ്സ് മോള്, 9 വയസ്സൊരു പെങ്കൊച്ച്, 11 മാസമുള്ളൊരു കിങ്ങിണി വാവ അപ്പനെ തേടി ഇറങ്ങിയതാ. സ്വോത്രം. ഒരു കൊച്ചു വിമാനം. വിമാനത്തിൻ്റെ പേര് സെസ്ന. ഒരു പൈലറ്റുണ്ട്. ആമസോൺ കാട്. വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആമസോൺ കാടിൽ ഈ വിമാനം തകർന്നു വീണു. 3 മരണം. 1 അമ്മച്ചി മരിച്ചു, 2 ക്യാപ്റ്റൻ മരിച്ചു. ഇവരെ രക്ഷിക്കായതോ ഒരു മൂപ്പൻ വന്ന് അയാളും കത്തിപ്പോയി. 4 കൊച്ചുങ്ങൾ തെറിച്ച് വീണ് കിടന്നു. 14, 11, 9, 11 വയസ്സുള്ള കുഞ്ഞ്. അവരെത്ര ദിവസം നടന്നെന്നറിയാമോ? 40 ദിവസം. 3 ഡെഡ് ബോഡി ചവിട്ടിക്കൊണ്ട് അവർ 40 ദിവസം നടന്നു. പത്രത്തിലെല്ലാം കണ്ടോ വാർത്ത? കണ്ടോ? 40-ാം ദിവസം വനാന്തരത്തിൽ പട്ടാളക്കാർ പോകുമ്പോൾ ഒരു കരച്ചിലും കാലൊച്ച് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് 3 പെൺകുഞ്ഞുങ്ങൾ വനത്തിലെ കായും തിന്ന് നടക്കുന്നു. സ്വോത്രം. അവർ ഓടിച്ചെന്ന് കൊച്ചുങ്ങളെ പിടിച്ചു. തളർന്നുപോയി. ആ കൊച്ചുങ്ങളെ പിടിച്ച് ആംബുലൻസ് കയറ്റി മിലിറ്ററിയുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതേ മലയാളം എഴുതു, ബാക്കി എഴുതത്തില്ല. മിലിറ്ററിയുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി 4 പേർക്കും ഡ്രിപ്പ് കൊടുത്തു. അന്നേരം ഒരു BBC-യിൽ ഒരു പത്രപ്രവർത്തക വന്ന് മൂത്ത 14-കാരിയോട് ചോദിച്ചു, Amazon, the simultaneous forest, evening rain is come, also highly motivated snake. കൊത്തി വലിക്കുന്ന പാമ്പ അതിനകത്തുള്ളത്. ആമസോൺ കാടുകൾ. വൈകിട്ട് മഴ, നെടുമങ്ങാട്. ആ മൂത്ത പെങ്കൊച്ചിനോട് അവൾ ചോദിച്ചൊരു കാര്യമുണ്ട് ഇംഗ്ലീഷ്. ഹൂ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days ഇൻ ആമസോൺ ഫോറസ്റ്റ്. 40 ദിവസം നിങ്ങളെ ആരാ വഴി നടത്തിയത്? 4 കുഞ്ഞുങ്ങളെ. ആ പെങ്കൊച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക? ഐ ഡോണ്ട് നോ. An unseen power. ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം വനാന്തരത്തിൽ നടത്തി. ഇന്ന് രാത്രി വിളിച്ചു പറയാ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക്
അതതിൻ്റെ ആഹാരം. കരമുയരുന്നില്ലല്ലോ. വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. ലോകത്തിലെ ധനവാന്മാർ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് ഹല്ലേലൂയ തിരക്കകത്ത് പാട്ട് വീണപ്പോൾ 4 പിഞ്ച് കുഞ്ഞുങ്ങളെ 40 ദിവസം വഴി നടത്തുവാൻ കാട്ടിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ ചിലമ്പര കൺവെൻഷനകത്ത് പറയണ എൻ്റെ കുടുംബത്തെ പിടിച്ചു നടത്തുവാൻ ഈ കരശക്ത പാറയുടെ വിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. അവസാനിപ്പിക്കാം. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഈ കുറുപ്രാവുകളുടെ കാല് കൂട്ടിക്കെട്ടിയ പ്രാവിൻ്റെ ഹല്ലേലൂയ 2 എണ്ണത്തിനെ കൂടെ യാഗപീഠത്തിൽ കൊണ്ടുവരുത്തും. സ്തോത്രം. കാലിലെ കെട്ടല്ലടിക്കുന്നത് എന്താ സംഭവിക്കുമെന്നറിയാമോ? ഒരു പ്രാവിൻ്റെ കഴുത്തിനകത്ത് പുരോഹിതൻ മാർപ്പതക്കത്തിൽ നിന്ന് കത്തിയെടുക്കും, അറക്കും. ആ തല അങ്ങോട്ട് വേർപിരിക്കും. ആ സമയത്ത് ആ രക്തം അപ്പുറത്തിരിക്കുന്ന പ്രാവിൻ്റെ മണ്ടയ്ക്ക് തെറിക്കും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്ന ഞെക്കിപ്പിടിയും യാഗപീഠത്തിനകത്ത് പ്രാവിനെ തല ഞെക്കിപ്പിടിയും. ഇതെല്ലാം ഈ മറ്റേ പ്രാവ് കാണും. കണ്ണടച്ചിരുന്ന് കരയുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ സംഭവിക്കും? ചില നിമിഷം കഴിഞ്ഞ് മാർപ്പതക്കത്തിലെ കത്തി വെള്ളത്തിനകത്ത് പുരോഹിതനൊന്ന് കഴുകും യാഗപീഠത്തിൽ നിന്ന് എടുത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രാവിൻ്റെ കാലയിലുള്ള കെട്ടഴിക്കും. സ്തോത്രം. ഒരറപ്പ് കൊടുക്കും. പിന്നെ അവൻ നിൽക്കത്തില്ല, അവൻ ഓടും. മുഖത്ത് രക്തമാ. പട്ടണത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, ജനത്തിൻ്റെ ഇടയിൽ ഇരിക്കാൻ പറ്റിയല്ല. ആ പ്രാവ് ചെല്ലുന്നത് പാറയുടെ പിളർപ്പിലും കൺതൂക്കിലും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ, അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകപ്പെട്ടെങ്കിൽ, ഈ ദൈവവചനമെടുത്ത് ചെമ്പൂരും വെള്ളറടയും മഞ്ചങ്കോടും വലിയ വഴിയും ചിലമ്പറയും വചനമെടുക്കുന്ന ദൈവമക്കളെ, ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുന്ന സർവശക്തനുണ്ട്. അവൻ അന്തിമ ദിനത്തിൽ പ്രതിഫലം വരാൻ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. പാറയുടെ പിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. കൃത്യസമയത്ത് ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ടെ. നല്ല അന്തരീക്ഷം എത്രയും പേർ വീശുക. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടും. എല്ലാ കരങ്ങൾ പഠിച്ച് ഈ രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. യെസ് രീകച്ഛാനക ബൗദ്ധമനാദന ബന്ധൽക്കമന. യെസ് 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 എല്ലാ കരങ്ങളും പഠിച്ച്. നാളെ യോഗമില്ല, നമ്മുടെ യേശു വരാറായി. യെസ് 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 പ്രാണപ്രിയ വരാറായി. നമുക്കൊരുങ്ങാം. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ സഭയുണരുവാൻ. ജീവനുള്ള പാട്ട് പാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ സഭയുണരുവാൻ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരർ ഉണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരർ ഉണർന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ഇടിച്ചു കളക. സ്നേഹത്താലൊന്നിക്ക വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ഇടിച്ചു കളക. സ്നേഹത്താലൊന്നിക്ക വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു.
ശക്തിയോടെ ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നായി ചേരുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലൻ രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ദീപതീക തെളിച്ചു കൊള്ളുക, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. ദീപതീക തെളിച്ചു കൊള്ളുക, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടത്തെ വിളിക്കുമ്പോൾ വാരിൽ പോകുവാൻ തടഞ്ഞു നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടത്തെ വിളിക്കുമ്പോൾ വാരിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. നമ്മുടെ ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമേങ്ങും ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമേങ്ങും മുഴങ്ങിടുന്നു. ഓ സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുച്ചിടുക, ലോകം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, ലോകം ഗമിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ യേശുവേ വണാലേ പ്രത്യാശയിത്ത ദൈവമേ. യേശുവേ വണാലേ പ്രത്യാശയിത്ത ദൈവമേ. എന്റെ ആശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ തേജസ്സിൽ. എന്റെ ആശ ഒന്നു മാത്രമേ അങ്ങേ കാണുവാൻ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണം. അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ യേശുവേ വണാലേ പ്രത്യാശയിത്ത ദൈവമേ. ഓ യേശുവേ വണാലേ പ്രത്യാശയിത്ത ദൈവമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ ഞാൻ പറയട്ടെ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ ഞാൻ പറയട്ടെ. കണ്ണിമേക്കും തൊഴി നേരത്തിൽ എത്തും ഞാൻ തീരത്തിൽ. കണ്ണിമേക്കും തൊഴി നേരത്തിൽ എത്തും ഞാൻ തീരത്തിൽ. കണ്ടിടും കണ്ടിടോ കണ്ടിടോ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ ശബരപരപരം തോരം കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ യേശുവേ. യേശുവേ വണാലേ പ്രത്യാശയിത്ത ദൈവമേ. പ്രത്യാശയിത്ത ദൈവമേ. എന്റെ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തത വിശ്വാസവും. എന്റെ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തത വിശ്വാസവും. വ്യർത്ഥമല്ല വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എന്നാളേ. വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എന്നാളേ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണ കണ്ടിടും. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, വിവശാല വന്ദന. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടോ. കണ്ടിടോ കണ്ടിടോ വിവശാല ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണ തന്റെ മുഖം കണ്ടിടോ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണ നന്ദിയോട് ദൈവത്തെ
ദൈവത്തെ ആരാധിച്ചാട്ട് എല്ലാ കെട്ടുകളും വഴിയിട്ട്